ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഞാനിന്ന് ഉള്ളത് ദുബായിലാണ്. അൽഫഹീദി. ഇന്ന് ദുബായിലെ ദേരയിലെ ഗോൾഡ് സൂക്ക് കാണാൻ പോകാനുള്ള ഒരു പുറപ്പാടിലാണ്. അപ്പോൾ നമുക്കിന്ന് ഗോൾഡ് സൂക്കിൻ്റെ വിശേഷങ്ങൾ കാണാം. ദുബായിലെ ഗോൾഡ് സൂക്ക് ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. ഗോൾഡ് സൂക്ക്. അപ്പോൾ എന്തായാലും നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോകാം. അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ്, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഗോൾഡ് സൂക്കിൽ പോകുന്നതിന് മുമ്പ് ഇവിടെ ബർദുബായിൽ തന്നെയുള്ള വളരെ പുരാതനമായ ഒരു സൂക്ക് കാണാം. വളരെ പണ്ടുകാലം മുതലേ ദുബായിൽ മറ്റ് രാജ്യങ്ങളുമായി വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. അതായത് ഇന്ത്യ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് ആദ്യകാലങ്ങളിൽ ഇവിടെയാണ് ഇവർ വ്യാപാരം നടത്തിയിരുന്നത്. ഈ സ്ഥലം കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ മെയിനായിട്ടും ടെക്സ്റ്റൈൽസും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളുമായിരുന്നു ട്രേഡ് ചെയ്തിരുന്നത് അന്നൊക്കെ പണ്ട്. ഇവിടെ നിന്നാണ് ദുബായ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു മെട്രോപൊളിറ്റൻ സിറ്റി ആയി മാറുന്നത്. അപ്പോൾ നമുക്ക് ഗോൾഡ് സൂക്കിൽ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഈ സൂക്കിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കാണാം. ഈ സ്ഥലം അബ്ര എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ക്രീക്ക് എന്നും ഇവിടെ അറിയപ്പെടും, ദുബായ് ക്രീക്ക്. ഈ ക്രീക്കിൻ്റെ രണ്ട് വശങ്ങളിലുമായിട്ടാണ് ബർദുബായി അതുപോലെ ദേര സ്ഥിതി ചെയ്യുന്നത്. ഈ രണ്ട് സ്ഥലങ്ങളിലും പണ്ട് പുരാതന കാലമായിട്ട് ട്രേഡ് നടന്നിരുന്ന സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടുന്ന് ബോട്ടിൽ വേണം അപ്പുറത്ത് ദേരയിലോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ബോട്ട് സർവീസ് ഉണ്ട്. ദുബായിലെ RTA ആണ് അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ അതുപോലെ അൽ ഗുബൈബ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. ഇവിടെ മെട്രോ സ്റ്റേഷനും ബസ് സ്റ്റോപ്പും ബസ് സ്റ്റാൻഡും എല്ലാം ഈ സെയിം സ്ഥലത്ത് തന്നെയാണ്. അൽ ഗുബൈബ ആ സ്ഥലത്താണിത്. ഇവിടെ നമുക്ക് ഒരു മാപ്പ് വെച്ചിട്ടുണ്ട്. അതായത് ഇവിടുത്തെ വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, ഏതൊക്കെ സ്ഥലങ്ങളിലേക്കാണ് ഇവിടുന്ന് വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടി ഉള്ള മാപ്പാണിത്. ഇവിടുന്ന് നമ്മുടെ പുതിയ ദുബായ് കനാൽ കൂടിയൊക്കെ ഇവിടുന്ന് വാട്ടർ മെട്രോ അല്ല, ഇവിടുന്ന് ബോട്ടുണ്ട് RTA. ഇതാണ് അവരുടെ RTA അൽ ഗുബൈബ മറൈൻ ട്രാൻസ്പോർട്ട് സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഇവിടെ സ്റ്റാർട്ടായിട്ടില്ല. ഇവിടെ ഇപ്പോൾ സഞ്ചാരികളൊക്കെ വന്നു തുടങ്ങുന്നതേ ഉള്ളൂ. ഞാൻ രാവിലെ തന്നെ വന്നതുകൊണ്ട് ഇവിടെ ഇപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ സാധാരണ ഇവിടെ വൈകുന്നേരങ്ങളിൽ ഭയങ്കര ക്രൗഡായിരിക്കും. ഇപ്പോൾ കുറച്ച് കഴിയുമ്പം ക്രൗഡ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നിപ്പം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും രാവിലെ കിടന്ന് ഉറങ്ങുന്ന ഇതായിരിക്കും. പിന്നെ സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം. അതിനുശേഷം നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോകാം. ഇവിടെയൊക്കെ ഈ സൈഡിലൊക്കെ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റുകളാണ്. ഇത് ഇപ്പോൾ രാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ തിരക്കൊന്നുമില്ലാത്തത്. പക്ഷേ വൈകുന്നേരങ്ങളിൽ ഭയങ്കര തിരക്കായിരിക്കും. ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇപ്പം ഇവിടെ സമയം ഏകദേശം 10 മണിയായി. ഇപ്പോൾ ആളുകളൊക്കെ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ വൈകുന്നേരങ്ങളിലൊക്കെ ഈ റെസ്റ്റോറൻറ്റ് ഭയങ്കര ക്രൗഡായിരിക്കും. ഇവിടെ നമുക്ക് ഇതുപോലെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റില്ല. ഇവിടെ എല്ലാം ഫുൾ ആൾക്കാരായിരിക്കും വൈകുന്നേരങ്ങളിൽ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ ഏരിയയൊക്കെ. ഈ സൂക്ക് നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇത്
ഗോൾഡ് സൂക്ക്, അതുപോലെ ബർദുബായി, ഓൾഡ് സൂക്ക്, ഇതൊക്കെ നിൽക്കുന്ന സ്ഥലങ്ങൾ. ഇവിടെ നമുക്ക് കാണാം ഈ ബോട്ടുകളിലാണ് നമ്മൾ ദേരയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിരനിരയായിട്ട് കിടപ്പുണ്ട് അവരവരുടെ ഊഴം കാത്ത്. ഇത് RTA ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഈ ബോട്ടും RTA തന്നെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. സാധാരണ നമ്മുടെ നാട്ടിലെ വള്ളം പോലെ തന്നെ, പക്ഷേ നമ്മുടെ നാട്ടിലെ വള്ളം പോലെ അകത്തോട്ടിങ്ങനെ ഇതല്ല. ഇതിനകത്ത് എൻജിൻ വെച്ചിട്ടുണ്ട്. ഈ വള്ളത്തിൽ സെൻട്രൽ എൻജിൻ വെച്ചിട്ടുണ്ട്. അതിന് ചുറ്റും ഒരു പ്ലാറ്റ്ഫോം പോലെ പണിതിട്ടുണ്ട്. അവിടെയാണ് ഇരുന്ന് നമ്മൾ പോകുന്നത്. ഇതിനപ്പുറത്തെ സൈഡാണ് ദേര. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ ബോട്ട് ഇതുവഴി പോകുന്നുണ്ട്. സാധനങ്ങളൊക്കെ കൊണ്ട് പോകുന്ന ബോട്ടാണ് ഇത്. ഒമാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ബോട്ടുകളാണ് ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ബർദുബായിലെ സൂക്ക് കാണാം. ഇതിൻ്റെ പേര് ഗ്രാൻഡ് സൂക്ക് ബർദുബായ് എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെയും നമ്മൾക്ക് സാധാരണ കാണുന്നത് സുഗന്ധദ്രവ്യങ്ങളും അതുപോലെ ടെക്സ്റ്റൈൽസുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ബിസിനസ്. സുഗന്ധദ്രവ്യങ്ങളും ടെക്സ്റ്റൈൽസുമാണ്. ഇവിടെ ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സഞ്ചാരികളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ സാധാരണ ഇതുവഴിയൊക്കെ പോകാൻ പാടാണ്. ഇതുവഴിയൊക്കെ സാധാരണ ഇതുപോലെ എനിക്ക് വീഡിയോ എടുത്തുകൊണ്ട് ഇങ്ങനെ ഈ വീഡിയോ ചിത്രീകരിച്ച് നടക്കാൻ പറ്റില്ല. അത്ര ക്രൗഡായിരിക്കും ഇവിടെയൊക്കെ. എല്ലാ ഷോപ്പുകളും ഓപ്പൺ ചെയ്ത് വരുന്നതേ ഉള്ളൂ. രാവിലെ എല്ലാം സഞ്ചാരികളൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. എന്തായാലും ഞാൻ രാവിലെ തന്നെ എത്തിയത് കാര്യമായി. ഇവിടെ മൊത്തം ടെക്സ്റ്റൈൽസും അതുപോലെ സുഗന്ധദ്രവ്യങ്ങളുമാണ് ഈ സൂക്കിൽ പ്രധാനമായിട്ടും ഉള്ള വിൽപ്പന. അതുപോലെ ഇവിടെ നമുക്ക് കാണാം കുറച്ച് ആൻറ്റിക് സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പാണിത്. ഇവിടെ നിന്ന് നമുക്ക് ഇതൊക്കെ വാങ്ങാം. സെൻട്രലിൽ കൂടി ഒരു സ്ട്രീറ്റും അതിന് അപ്പുറം ഇപ്പുറമായിട്ടാണ് ഷോപ്പുകളിങ്ങനെ പണിതിട്ടുള്ളത്. വർഷങ്ങൾക്ക് മുമ്പുള്ള ബിൽഡിങ്ങുകളാണിത്. പഴയ ബിൽഡിങ്ങുകളാണ്. കണ്ടാൽ തന്നെ നമുക്കറിയാം. അതിൻ്റെയൊക്കെ വാതിലുകൾ എല്ലാം മരപ്പലകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വളരെ പഴയ ബിൽഡിങ്ങുകളാണിതൊക്കെ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ പണ്ട് കാലം മുതലേ ദുബായ് ട്രേഡുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. ദുബായ് അതുപോലെ മറ്റ് പുറം രാജ്യങ്ങളുമായിട്ട് ട്രേഡ് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട സ്ഥലങ്ങളാണ്. ഇതിൻ്റെ അങ്ങേ അറ്റത്ത് എഡ്ജിലാണ് ഇവിടുത്തെ ദുബായിലെ അമ്പലം. നമുക്ക് അവിടേക്കും പോവാം. അമ്പലം നമുക്ക് കാണാം എവിടെയാണെന്ന്. വളരെ പഴയ കെട്ടിടങ്ങളാണ് ഇവിടെയെല്ലാം നമുക്ക് കാണാം.
പലകൾ കൊണ്ടുള്ള വാതിലുകളാണ് ഇവിടെയൊക്കെ ഉള്ള കെട്ടിടങ്ങൾക്കെല്ലാം. ഈ സ്ഥലം ആക്ച്വലി മീന ബസാർ എന്നും അറിയപ്പെടും. മീന ബസാർ ഇതിന് തൊട്ട് അടുത്ത് തന്നെയുള്ള സ്ഥലമാണ്. അവിടെയും കൂടുതലും ടെക്സ്റ്റൈൽസ് ബിസിനസ്സാണ്. ഇവിടെ ഫുള്ള് ടെക്സ്റ്റൈലുകളാണ്. നമ്മുടെ നാട്ടിലെ ഗുജറാത്തിൽ നിന്നും ഒക്കെയുള്ള ആൾക്കാരാണ് ഇവിടെ മൊത്തം ബിസിനസ്സുകാർ. ടെക്സ്റ്റൈൽസുകളും ടെക്സ്റ്റൈൽ ബിസിനസ് മിക്കവാറും ഉള്ളതെല്ലാം ഗുജറാത്തികൾ, പിന്നെ പാകിസ്ഥാനികളും ഉണ്ട് ഈ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ. പിന്നെ അതുപോലെ ഈ സുഗന്ധദ്രവ്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അഫ്ഗാനിസ്ഥാനിൽ നിന്നൊക്കെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇറാൻ അതുപോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള സുഗന്ധദ്രവ്യങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഇതൊക്കെ വാങ്ങിക്കാം. അതുപോലെ ആൻറ്റിക് സാധനങ്ങൾ, നല്ല നല്ല ഷോക്കേസിൽ വെക്കാനൊക്കെ പറ്റിയ നല്ല സാധനങ്ങൾ, അതുപോലെ ഷാളുകൾ, കാശ്മീർ ഷാളുകളൊക്കെ ഇവിടെ ധാരാളമായി കിട്ടും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തിരക്ക് വളരെ കുറവാണ്. ഇവിടെയാണ് നമ്മുടെ ഈ സ്ട്രീറ്റ് അവസാനിക്കുന്നത്, എൻഡ്. ഇവിടുന്ന് രണ്ട് സൈഡിലോട്ടും വീണ്ടും ഒരുപാട് ഗല്ലികളാണ് ഇവിടെ മൊത്തം. ഗല്ലികളിലേക്കാണ്. ഇനി നമുക്ക് ഇവിടുന്ന് ഈ ഗല്ലിയിലേക്ക് കൂടെ പോകുന്നത് നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തേക്കാണ്. ഇത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് പോകുന്ന ഗല്ലിയാണ്. ഇവിടെ മൊത്തം ഈ ഏരിയ മൊത്തം പൂജാ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. പൂജാ സാധനങ്ങൾ, പുഷ്പങ്ങൾ, അതുപോലെ ചന്ദനത്തിരി, എണ്ണ, കർപ്പൂരം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ് ഇവിടെ കൂടുതലും. ഇന്ന് വിശേഷ ദിവസം ഒന്നും അല്ലാത്തത് കാരണമാണ് രാവിലെ ഇവിടെ തിരക്കില്ലാത്തത്. അല്ലെങ്കിൽ സാധാരണ സൺഡേ ഒക്കെ നല്ല വിശേഷ ദിവസങ്ങൾ നല്ല തിരക്കാണ്. ഇന്ന് തിരക്ക് വളരെ കുറവാണ്. ഇവിടെ നമുക്ക് കാണാം ശബരിമലയിൽ പോകാൻ വേണ്ടിയുള്ള മാലകൾ, അതുപോലെ വിഗ്രഹങ്ങൾ, ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ ഒക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ മൊത്തം ഈ അമ്പലത്തിൻ്റെ ഏരിയ മൊത്തം പൂജാ സ്ഥാപനങ്ങളും അതുപോലെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന ഷോപ്പുകളാണ് കൂടുതലും. ശരിക്കും ഇടുങ്ങിയ വഴികളാണ് ഇവിടെ മൊത്തം. വർഷങ്ങൾക്ക് പഴക്കമുള്ള ആ ഒരു സെറ്റപ്പാണ്. ഇവിടെ പലതരം ചെടികൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. ഇവിടെ ചെടികൾ വിൽക്കുന്ന ഒരു ഷോപ്പാണ്. ഇവിടെ കുറ്റിമുല്ല, അതുപോലെ തുളസി ചെടി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. ഞാനും പണ്ട് ഇതുപോലെ ഇവിടുന്ന് ചെടികൾ വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഫാമിലി ഇവിടെ ഉള്ള സമയത്ത്. ഇതാണ് ഇവിടുത്തെ അമ്പലം. ഇവിടെ അടുത്ത് തന്നെയാണ് ദുബായ് മ്യൂസിയം ഉള്ളത്. ഒരു മ്യൂസിയം ഉണ്ട്, നമുക്ക് അത് വേറൊരു വീഡിയോയിൽ കാണിക്കാം. ഇതാണ്
ഇവിടുത്തെ അമ്പലം, ശ്രീകൃഷ്ണ ടെമ്പിള്. അപ്പോൾ നമുക്ക് കാണാം ആൾക്കാർ മുകളിലാണ് അമ്പലം. ആൾക്കാരെല്ലാം അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് പള്ളിയും അമ്പലവും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി എന്തായാലും നമുക്ക് ഗോൾഡ് സൂക്കിലേക്ക് പോവാം. ഗോൾഡ് സൂക്കിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ അബ്ര എന്നാണ് ഇവിടുത്തെ ഈ കടവിന് പറയുന്ന സ്ഥലം. ഈ സ്ഥലത്തിന് പറയുന്നത് അബ്രയിലേക്ക് പോവാം. അപ്പോൾ ഇനി ഗോൾഡ് സൂക്കിലേക്ക് നമുക്ക് പോകാൻ ഇവിടുന്ന് ബോട്ട് കയറിയിട്ട് വേണം അവിടെ പോകേണ്ടത്. അപ്പോൾ നമുക്ക് ബോട്ടിനടുത്തേക്ക് പോവാം. ഇവിടെ ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം ബോട്ട് ഡ്രൈവേഴ്സാണ്. RTIയുടെ തന്നെ സ്റ്റാഫാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ബോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ കൂടി നമുക്ക് ബോട്ടിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ ലക്ഷ്യം ഗോൾഡ് സൂക്ക് ലക്ഷ്യമാക്കി നമുക്ക് പോവാം. എന്തായാലും ഈ ഫുൾ വീഡിയോ ഒറ്റയടിക്ക് ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒരുപാട് ലെങ്തി ആയിപ്പോയി വീഡിയോ. അത് കാരണം ഞാനിതിപ്പോൾ 2 ഭാഗമായിട്ട് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ പാർട്ട് 2 കാണാൻ മറക്കരുത്. നമുക്ക് ഇതിൻ്റെ പാർട്ട് 2-ൽ ഫുള്ള് ഗോൾഡ് സൂക്കിനെ പറ്റിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺഡ്.